പുരുഷന്മാർ അധികാരത്തെ പിന്തുടരുമ്പോൾ നിശബ്ദതയിൽ പൊതിഞ്ഞൊരു കൊടുങ്കാറ്റായി മാറിയ യുദ്ധത്തിൽ ജനിച്ചൊരു മാലാഖയുണ്ടായിരുന്നു അങ്ങ് റെയിൻ വില്ലേജിൽ. കടലാസുകൾ കവചമായി ഉപയോഗിച്ച ആ ഒരു ബാലിക യഥാർത്ഥത്തിൽ അക്കാട്സുക്കിയുടെ അവസാന വെളിച്ചം തന്നെയായിരുന്നു. യുദ്ധത്തിന്റെ ആഘാതത്തിൽ അനാഥയായി മാറിയ, ലോകത്തോട് നിലവിളിക്കാതെ സ്വയം ചുരുട്ടി അതിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച, യുദ്ധത്തിന്റെ ദേവന്മാർ സമാധാനത്തെക്കുറിച്ച് വാദിച്ചുകൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ അതിന്റെ വില വഹിച്ചത് ഇവരെ പോലെയുള്ള മാലാഖമാരാണ്. എന്നാൽ ഈ മാലാഖ പ്രാർത്ഥിച്ചില്ല, മറിച്ച് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി. അതെ, അക്കാട്സുക്കിയുടെ ആട്ടിക്കലിട്ട 3 പേരിൽ ഒരാളായ സാക്ഷാൽ ലെജൻഡറി സാനായിട്ടുള്ള ജിറായ സെൻസയിൽ പരിശീലിപ്പിക്കപ്പെട്ട, ദൈവത്തെ എതിർക്കേണ്ട സമയം വന്നപ്പോൾ നീതിയെക്കുറിച്ച് സംസാരിക്കാതെ പോരാടിയ സാക്ഷാൽ കൊനാനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് കൊനാൻ. ഓക്കെ ഫൈൻ. നറുട്ടോ വേഴ്സിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ പറയുന്ന കൊനാൻ. ഇന്ന് നമ്മൾ കൊനാൻ്റെ ഫുൾ ലൈഫ് സ്റ്റോറി, പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്, ലെഗസി എല്ലാം തന്നെ നോക്കുന്നതായിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കൊനാൻ, ദ ഏഞ്ചൽ ഓഫ് അമേഗാക്കുറെ. ഒറിജിനലിലേക്ക് കടക്കാം. നമുക്കറിയാം കൊനാൻ ജനിക്കുന്നത് അമേഗാക്കുറയിലാണ്, അല്ലെങ്കിൽ ഹിഡൻ റെയിൻ വില്ലേജിൽ. സെക്കൻഡ് റെയിൻ നിഞ്ച വാറിന്റെ സമയത്താണ് ഇവരുടെ ആ ഒരു കഥാപശ്ചാത്തലം നടക്കുന്നത്. അമേഗാക്കുറെ അറിയാലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജർ നേഷന്റെ ഇടയിൽപ്പെട്ട ഒരു ബാറ്റിൽ ഫീൽഡ് ആയിരുന്നെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭയത്തിലും വയലൻസിലും ഒക്കെ റൂൾ ചെയ്യപ്പെടുന്ന അമേഗാക്കുറെ. അതുകൊണ്ട് തന്നെ ആസ് എ ചൈൽഡ് നമ്മുടെ ഈ പറയുന്ന കൊനാന്റെ മാതാപിതാക്കളെ വാറിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഓഫ് കോഴ്സ് തുടർന്ന് കഥയൊക്കെ നമുക്കറിയാം. ഓർഫണായി മാറുകയാണ് നമ്മുടെ കൊനാൻ. ഫുഡൊക്കെ സ്റ്റീൽ ചെയ്താണ് തുടർന്ന് അവളുടെ ആ ഒരു ദൈനംദിന ജീവിതമൊക്കെ അവൾ സർവൈവ് ചെയ്ത് പോകുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ കൊനാൻ തന്നെ പോലെ തന്നെ സഹിക്കുന്ന 2 വാർ ഓർഫൺസിനെ കണ്ടുമുട്ടുന്നത്, യാഹിക്കോയും നഗാട്ടോയും. ഒരു തരത്തിൽ മാറ്റി പറയുകയാണെങ്കിൽ പെയിൻ. യെസ്, അങ്ങനെ ഈ 3 പിള്ളേരും കൂടെ ചേർന്ന് ഫുഡിനൊക്കെ വേണ്ടി ഇങ്ങനെ സ്റ്റീൽ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ടൈമിലാണ് നമ്മുടെ ജിറായ സെൻസെനെ ഇവർ കണ്ടുമുട്ടുന്നത്. യെസ്, ലെജൻഡറി സാനിൻസ് അവിടെ യുദ്ധത്തിന് വന്നതായിരുന്നു. ഒറോച്ചിമാറു ഇവരെ കൊല്ലാമെന്ന് വരെ അഭിപ്രായപ്പെട്ടു. എന്നാൽ ജിറായ പറഞ്ഞു, ഞാൻ കൊല്ലുന്നില്ല, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ജിറായ ഇവരുടെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. സോ ജിറായ ഇവരെ കൊല്ലുന്നതിന് പകരം അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് 3 വർഷം ഇവരോടൊപ്പം അവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഈ ടൈമിൽ ജിറായ ഇവരെ നിഞ്ചിത്സു പഠിപ്പിക്കുന്നുമുണ്ട്. കൊനാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, നാച്ചുറൽ ടാലൻറ്റ് തന്നെ കാണിച്ചു തുടങ്ങിയെന്ന് പറയാം. ചക്ര കൺട്രോൾ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പ്രിസൈസ് ആയിട്ട് ടെക്നിക്സ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കാമായിട്ടുള്ള ബാറ്റിൽ അവെയർനെസ്സും കൊനാൻ കാണിച്ചിരുന്നു. ഈ ഒരു ടൈമിലാണ് കൊനാൻ അവളുടെ സിഗ്നേച്ചർ എബിലിറ്റി ആയിട്ടുള്ള പേപ്പർ നിഞ്ചിത്സു ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. യെസ്, ജിറായ സെൻസയിൽ ഇത് എൻഹാൻസ് ചെയ്തെടുത്തെന്ന് തന്നെ പറയാം. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ജിറായ ലെഫ്റ്റ് ആയപ്പോഴേക്കും ഒരു തരത്തിലൊരു എലൈറ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയെടുത്തു ഈ 3 പേരെ. അതേ തുടർന്ന് ഇവർ അക്കാട്സുക്കി ഫോം ചെയ്യുകയാണ്. അതായത് ജിറായ ലെഫ്റ്റായി, അത് കഴിഞ്ഞ് ഇവർ വലുതായി, ദ ട്രയോഗ്രേറ്റ് ഓൾഡർ. ഈ ഒരു ടൈമിലാണ് ഇവർ ഒറിജിനൽ അക്കാട്സുക്കി രൂപീകരിക്കുന്നത്. നമ്മൾ അക്കാട്സുക്കിയുടെ ബാക്ക് സ്റ്റോറിയിൽ പറഞ്ഞതാണ്, ഇത് ഒരിക്കലും ഒരു അസാസിനേഷൻ, ഒരു വാർ ക്രൂ ആയിരുന്നില്ല ആദ്യം. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഫ്രീഡത്തിന് വേണ്ടി പോരാടുന്ന വേറെ ഒരു എൻറ്റയർ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒബീറ്റോഡൻ ടോബി ആ ഒരു സെറ്റപ്പുള്ള അക്കാട്സുക്കി ആയിരുന്നില്ല. ഇവരാണ് ഓജി അക്കാട്സുക്കി കണ്ടുപിടിക്കുന്നത്. യാഹിക്കോ, നഗാട്ടോ, പിന്നെ കൊനാൻ. അതിൽ തന്നെ നറൂട്ടോ ഡേറ്റാ ബുക്ക് അടിവരയിട്ട് പറയുന്നുണ്ട്, യാഹിക്കോ അവരുടെ ലീഡറും നഗാട്ടോ അവരുടെ ശക്തിയും കൊനാൻ അവരുടെ സ്ട്രാറ്റജിസ്റ്റും ഇമോഷണൽ കോറുമായിരുന്നെന്ന്. യെസ്, അവരുടെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേഗാക്കുറയിലെ ആ ഒരു വാർ അവിടെ നിർത്തുക, പീസ്, ഡോമിനേഷൻ ഇല്ലാത്ത ഒരു പീസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് തന്നെ കുറേ സിവിലിയൻസും ഇവരെ പോലെയുള്ള വാർ ഓഫറൻസും ഷിനോബീസിൻ്റെ എല്ലാ സപ്പോർട്ടും ഇവർക്ക് കിട്ടി. ഇതിൽ നമ്മുടെ കൊനാൻ ആക്ട് ചെയ്യുന്നത് യാഹിക്കോയുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടറായിട്ടാണ്, നഗാട്ടോയുടെ പ്രൊട്ടക്ടറായിട്ടാണ്, എൻറ്റയർ ഗ്രൂപ്പിൻ്റെ ടാക്ടിക്കൽ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഹാൻസോയുടെ ആ ഒരു ബിട്രയിലൊക്കെ വരുന്നത്. ഇതൊരു ബ്രേക്കിംഗ് പോയിന്റ് ആണ്. അമേഗാക്കുറയുടെ റൂളറായിട്ടുള്ള ഹാൻസോ അവരെ ഒരു ത്രെട്ടായിട്ട് കണ്ടു, ഈ അക്കാട്സുക്കി ഗ്രൂപ്പിനെ. ഹാൻസോ അതുകൊണ്ട് കൊണോഹയിൽ നമ്മുടെ ഡാൻസോ ഉണ്ടല്ലോ, പുള്ളിയായിട്ട് ഒരു അലൈ ചെയ്തിട്ട് കൊണാനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗാട്ടോനെ ഒരു ഡെലൈമേൽ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു.
നഗാട്ടോയോട് ചോദിച്ചു, ഒന്നെങ്കിൽ നീ യാഹിക്കോനെ കൊല്ലണം, അല്ലെങ്കിൽ കോനാൻ മരിക്കും, ഇതിലേതെങ്കിലും നീ ചെയ്തേ പറ്റുള്ളൂ. സോ യാഹിക്കോ ആസ് ദ ലീഡർ അവനെ തന്നെ ത്യാഗം ചെയ്യിപ്പിച്ച് കോനാനെ രക്ഷിക്കാൻ നോക്കി. അതായത് യാഹിക്കോ ഓടിക്കേറിയാണ് നഗാട്ടോയുടെ കുനായി നൈഫിലേക്ക്. അറിയാലോ, ഒരു സെൽഫ് സാക്രിഫൈസ്. ഇത് കോനാൻ കണ്ടു. അതൊരു അന്യായ മൊമെന്റ് തന്നെയായിരുന്നു. ഒറിജിനൽ അക്കാട്സുക്കിയുടെ ഐഡിയലിസം അവിടെ തീർന്നു തന്നെ പറയാം. നഗാട്ടോനെ ഇമോഷണലി ബ്രേക്ക് ആക്കി കൊനാനെ എന്നേക്കുമായി ചേഞ്ച് ആക്കി. സോ ഇതേ തുടർന്നാണ് ഇവരെ ന്യൂ അക്കാട്സുക്കി ഫോം ചെയ്യുന്നത്, ഡാർക്ക് അക്കാട്സുക്കി. യാഹിക്കോയുടെ മരണത്തെ തുടർന്ന് നഗാട്ടോ പെയിൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി സ്വീകരിക്കുകയാണ്. കൊനാൻ ആയിരുന്നു പിന്നെ അവൻ്റെ വലം കൈ. ഇവർ അക്കാട്സുക്കിനെ ഒരു മെർസനറി ഗ്രൂപ്പാക്കി മാറ്റിയെന്ന് തന്നെ പറയാം. ടൈൽഡ് ബീസ്റ്റ് ഹണ്ടിങ് ഓർഗനൈസേഷൻ. കാരണം അവർക്ക് ഫണ്ട് വേണമല്ലോ. നഗാട്ടോ ഇപ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഇതിന് പിന്നിലും ചരട് വലിച്ച കുറേ കഥകളൊക്കെ ഉണ്ട്. സോ അവിടെ വയ്ക്കുക, കൊനാൻ്റെ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്. കൊനാൻ ഒരിക്കലും നഗാട്ടോനെ പബ്ലിക്ലി ഒപ്പോസ് ചെയ്തിരുന്നില്ല. ബട്ട് കൊനാൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു യാഹിക്കോയുടെ ഡ്രീം ഇതായിരുന്നില്ല എന്ന്. സോ ഷീ റിമൈൻഡ് ലോയൽ, അങ്ങനെ തന്നെ പറയാം. യാഹിക്കോയുടെ മെമ്മറിയിലും നഗാട്ടോയുടെ പെയിനിലും എല്ലാം തന്നെ കൊനാൻ ലോയലായിട്ട് തന്നെ ഇരുന്നു. ഇതാണ് ബേസിക് നമ്മുടെ ഇവരുടെ സ്റ്റോറി രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കൊനാൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കിയാലോ. കൊനാൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് യൂണിക് ഫൈറ്റേഴ്സ് ഇൻ നറൂട്ടോ എന്ന് നിസ്സംശയം പറയാം. സിഗ്നേച്ചർ എബിലിറ്റി എന്ന് പറയുന്നത് പേപ്പർ നിഞ്ചിറ്റ്സു ആണ്. അവളുടെ ബോഡി അവൾക്ക് പേപ്പറാക്കി മാറ്റാൻ പറ്റും. തൗസൻഡ്സ് ഓഫ് പേപ്പർ പീസസ് ആക്കി മാറ്റാൻ പറ്റും. എന്തിനേറെ പറയുന്നു, നമ്മുടെ ടോബി അല്ലെങ്കിൽ ഒബീറ്റോ ഉച്ചിഹ റിനഗൻ എടുക്കാൻ വരുമ്പോൾ ഉള്ള ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ മോനെ, നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല അത്ര ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുമെന്നും. സ്റ്റിൽ നമ്മൾ പറയുന്നത് മാതൃയാൽ ട്രെയിൻ ചെയ്യപ്പെട്ട ഒബീറ്റോ ഉച്ചിഹ അവിടെ വന്ന് എടുക്കുന്ന ടൈമിലെ കാര്യമാണ് ഈ പറയണേ. ഇത് ബിഗ് ഡീൽ തന്നെയാണ്. സോ ആ ഒരു പേപ്പർ നിഞ്ചിച്ച് വെച്ച് ആ ഒരു വാർ നമ്മൾ അവിടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ കൊനാൻ്റെ റേഞ്ച്. ഇത് ഈ ഒരു സിംഗിൾ കോമ്പാക്റ്റ് മതി കൊനാനെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കുനോയിസി ആയിട്ട് നമുക്ക് രേഖപ്പെടുത്തുവാൻ. ഡിഫെൻസീവ് രീതിയിലാണെങ്കിലും ഇനിയിപ്പോൾ മറിച്ച് ഒഫെൻസീവ് ആണെങ്കിലും പേപ്പർ ബ്ലേഡ്സ് ഉണ്ട്. ഷാർപ്പ് ഇനഫ്, ഒരു കല്ല് കട്ട് ചെയ്യാൻ പറ്റുന്ന ഷാർപ്പുണ്ട് പേപ്പർ ബ്ലേഡ്സിന്. അതുപോലെ തന്നെ പേപ്പർ സ്പിയർ, കുന്തങ്ങൾ, പേപ്പർ ബോംസ്, അതായത് പേപ്പർ ക്ലോൺസിനെ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ഇവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ കൊനാൻ ഫൈറ്റ് ചെയ്യുമ്പം എനിമീൻസിനെ മിഡ് എയറിൽ തന്നെ സറൗണ്ട് ചെയ്യിപ്പിച്ചിട്ട് എല്ലാ രീതിയിലും എല്ലാ ഡയറക്ഷനിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? യൂസിങ് പേപ്പർ വിങ്സ്. പറന്ന് നടന്നടിക്കാൻ പറ്റുമെന്ന് ചുരുക്കം. ഇനിയിപ്പം അൾട്ടിമേറ്റ് ടെക്നിക്ക് നമുക്കറിയാം. 600 ബില്യൺ പേപ്പർ ബോംബ്സ് ഒബീറ്റോ ഉച്ചിഹയ്ക്കെതിരെ എടുത്ത തുറുപ്പ് ചീട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ടൈമിൽ കാണുമ്പോൾ നമുക്ക് റോമാൻസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ടൈമിൽ കാമുയിയുടെ 5 മിനിറ്റിൻ്റെ ടൈമിലെറ്റ് നമ്മുടെ കൊനാന് മനസ്സിലാകുകയും അതിനെപ്പറ്റി കുറേ നാളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് 10 മിനിറ്റ്സ് കണ്ടിന്യൂഡ് എക്സ്പ്ലോഷൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സത്യം പറയാലോ, ഒബീറ്റോനെ നിയർലി കിൽഡ് ആയെന്ന് തന്നെ പറയാം. ദിസ് ഈസ് വൺ ഓഫ് ദി സ്മാർട്ടസ്റ്റ് പ്രിപ്പറേഷൻ ഫീറ്റ്സ് ഇൻ നറൂട്ടോ എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇനി കൊനാൻ്റെ പേഴ്സണാലിറ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊനാൻ എന്ന് പറയുന്ന ഒരു ക്വയറ്റാണ്, എന്നാൽ ഒബ്സർവ് ചെയ്യുന്ന, ഇമോഷണലി കൺട്രോൾഡ് ആയിട്ടുള്ള, ഡീപ്ലി ലോയൽ ആയിട്ടുള്ള ഒരാളാണ്. ഒരു ഹെയ്റ്റഡ് രീതിയിൽ ഡ്രിവൺ ആയെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ മെമ്മറി ഉണ്ട്. അതാണ് അവരുടെ ആ ഒരു ഓർമ്മകളാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ലോയൽറ്റി എന്ന് പറയുന്നത് ബ്ലൈൻഡ് അല്ല, ചോസൺ ആണ്. യാഹിക്കോയുടെ ഐഡിയോളജി ആയിരുന്നു വേണമെങ്കിലും നഗാട്ടോ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ അവൾക്ക് വിസമ്മതമുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് യാഹിക്കോയുടെ ഐഡിയ അല്ല നഗാട്ടോ പിന്തുടർന്നത്, എന്നിട്ടും അവൾ അവനെ വിട്ടു പോയില്ല. എന്തുകൊണ്ട്? ബിക്കോസ് അവരാദ്യം തന്നെ സ്കോർ ചെയ്തിരുന്നു, ഐ വുഡ് നെവർ അബാൻഡൺ യു എന്ന്. പിന്നെ നമുക്കറിയാം പെയിൻ ആർക്കിൽ നഗാട്ടോ കൊണോഹേനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നാറൂട്ടോ ഉസുമാക്കി കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. നാറൂട്ടോയുടെ വേർഡ്സ് എല്ലാം നഗാട്ടോ മനസ്സിലാക്കുന്നുണ്ട്. അതേ തുടർന്ന് നഗാട്ടോ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് വില്ലേജിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി. ഇത് കൊനാൻ കാണുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കൊനാൻ്റെ സെക്കൻഡ് ടൈമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ മരിക്കുന്നത്. ആദ്യം യാഹിക്കോ, ഇപ്പോൾ കൊനാൻ. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് നഗാട്ടോ എൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നാറൂട്ടോനെ പീസിൽ വെച്ച്. സോ കൊനാൻ ആ ഒരു രീതിയിൽ നാറൂട്ടോ ആയിട്ട് യാഹിക്കോയുടെ വില്ല് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടെന്നുള്ള രീതിയിലാണ് കൊനാൻ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ ഒബീറ്റോ ആയിട്ടുള്ള ഫൈറ്റാണ് കൊനാൻ്റെ അന്ത്യ നിമിഷങ്ങൾ എന്ന് നിസ്സംശയം പറയാം. നഗാട്ടോയുടെ ഡെത്തിനെ തുടർന്ന് കൊനാൻ അമേഗാക്കുറയുടെ ലീഡറായിട്ട് മാറുന്നുണ്ട്. നഗാട്ടോയുടെ റിനഗനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഒബീറ്റോ അറൈവ് ചെയ്യുന്നിടം വരെ അവിടെ വെച്ചൊരു അന്യായ ഫൈറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നില്ല, അന്യായ ഫൈറ്റ് തന്നെയാണ് കൊനാൻ അവിടെ കാഴ്ചവെച്ചത്. അതേ തുടർന്ന് ഇൻടാഞ്ചിബിലിറ്റിയുടെ നോളജും 600 ബില്യൺ പേപ്പർ ബോംസിൻ്റെ ടെക്നിക്സും ഒബീറ്റോനെ കൊല്ലാറാക്കിയ ആ ടെക്നിക്സും എല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. സോ ഏറ്റവും അവസാനം നമുക്കറിയാം ഒബീറ്റോ ഇസാനാഗിയാണ് യൂസ് ചെയ്യുന്നത്. കൊനാൻ ഓഫ് ഗാർഡിലായതുകൊണ്ട് മരിച്ചു എന്ന് തന്നെ പറയാം. ബട്ട് സ്റ്റിൽ ഷീ ഈസ് ഫാർ മോർ ഗ്രേറ്റർ ദാൻ മെനി കുനോയിസീസ് ഇൻ നറൂട്ടോ വേൾഡ്.
ഈവൻ മരിക്കുമ്പോൾ പോലും നാറൂട്ടോയുടെ ലൊക്കേഷൻ നമ്മുടെ കൊനാൻ പറയുന്നില്ല. യെസ്, ഫ്യൂച്ചർ, യാഹിക്കോയുടെ ഫ്യൂച്ചർ എന്ന അവൾ കണ്ട നാറൂട്ടോനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കൊനാൻ്റെ ലെഗസി നോക്കുകയാണല്ലോ, ലോയൽറ്റി ഉണ്ട്, ലവ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. നാറൂട്ടോയുടെ പാത്ത് തന്നെ കൊനാൻ്റെ ലെഗസി എന്ന് തന്നെ പറയാം. ഒബീറ്റോയുടെ സെർട്ടിനിറ്റിയും ഇതെല്ലാം കൊനാനുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമുക്കൊരു പവർ സ്കെയിലിംഗ് പൊസിഷൻ നോക്കാം. ഒബീറ്റോ ആയിട്ടുള്ള ഫൈറ്റ് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു ഫൈറ്റിൽ കാഗെ ലെവൽ തന്നെയാണ്, വിത്ത് പ്രിപ്പറേഷൻ കാഗെ ലെവൽ ഫൈറ്റർ തന്നെയാണ് ഈ കൊനാൻ. എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് സ്പേസ് ടൈം യൂസേഴ്സിന്. ഹൈലി സ്ട്രാറ്റജിക്കുമാണ്, ഫിസിക്കലി ഡൊമിനൻറ്റുമായിട്ട് ടാക്ടിക്കലി എലൈറ്റ് ആയിട്ടുള്ള ഒരു ഷിനോബി തന്നെയാണ്. ഓൺലി അവൾ തോറ്റുപോയത് റിയാലിറ്റി റാപ്പിംഗ് ടെക്നിക് ഇസാനഗിയോട് മാത്രമാണ് അവിടെ തോറ്റുപോയത്. ഈവൻ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇസാനഗി ഇല്ലായിരുന്നെങ്കിൽ ഒബീറ്റോയുടെ കാര്യം അവിടെ തീരുമാനമായേനെ. ഞാനൊരു ഒബീറ്റോ ഫാനാണ് എന്ന് വെച്ച് ഞാൻ പറയുകയാണ്, ആ ഒരു ടൈമിൽ ഓവർ പവർ ചെയ്തിരുന്നു ഇസാനഗി. ഓഫ് കോഴ്സ് അതൊരു തുറപ്പിച്ചിട്ട് തന്നെയാണ്, അത് വെച്ചതാണ് ഒബീറ്റോ ഇവിടെ കൊന്നതെന്ന് നിസ്സംശയം പറയാം. ഇനി നമ്മുടെ ലൈൻ ഉണ്ടല്ലോ എല്ലാ വീഡിയോയിലും, അതേപോലെ പറയുകയാണെങ്കിൽ കൊനാൻ വാസ് നെവർ ദി ലൗഡസ്റ്റ്, കൊനാൻ വാസ് നെവർ ദി സ്ട്രോങ്ങസ്റ്റ്, നെവർ ദി ഫേസ് ഓഫ് ദി വർക്ക്, ബട്ട് ഷീ വാസ് ദ ഹേർട്ട് ദാറ്റ് എൻജോർ ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്ക് കൊനാനെ പറ്റി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഔട്ട് ബിലോ. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാനോണിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ഔട്ട് ബിലോ, നമുക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you long ago on the road.